എൻ്റെ മോൻ്റെ കല്യാണത്തിന് ഞാൻ ദിലീപിനെ കല്യാണം വിളിച്ചില്ല. ദിലീപായിട്ട് ഇൻറ്റിമസി ഇപ്പോഴും എനിക്കില്ല, ഞാനൊട്ടും ആഗ്രഹിക്കുന്നുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ കാവ്യ മാധവൻ ഉൾപ്പെടെ ദിലീപ് ബോംബെയിൽ നിന്ന് ഷൂട്ടിങ്ങിന് അവധി വാങ്ങിയിട്ട് മദ്രാസിലാണ് ആവ്യ താമസിക്കുന്നത്. മദ്രാസിൽ പോയി കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു. അതിൻ്റെ ആവശ്യമുണ്ട് ദിലീപിന്. ഇന്നലെ ചാനലുകാരൻ എന്നെ വിളിച്ചിരുന്നു ഉണ്ണിമുകുന്ന പ്രശ്നത്തിൽ. ഞാൻ പ്രതികരിച്ചില്ല. പെട്ടെന്ന് ഞാൻ ഉണ്ണിയെ വിളിച്ചു. ഉണ്ണി പറഞ്ഞു, ഞാൻ അയാളെ തല്ലി. സംഭവിച്ചതാണ്. ഇത് വേണോ എന്നൊരു സംശയത്തിൽ നിന്ന് എൻ്റെ വീട്ടുകാർ പോലും എൻ്റെ രക്തബന്ധങ്ങൾ പോലും അന്ന് വൈകിട്ട് എന്നെ തള്ളി പറഞ്ഞെന്നുള്ളതാണ്. എൻ്റെ മോനെ 2 പിള്ളേർക്കും കോളേജിൽ പോകാൻ അവസ്ഥ വന്നു. ആലോചിക്കും. എൻ്റെ കോളേജിൻ്റെ ഫ്ലെക്സുകൾ പോലും തകർക്കപ്പെട്ടു. വിശ്വസിക്കുമോ? അങ്ങനെ കോടതി നിന്ന് അവധി കേസെടുത്തപ്പോൾ കറക്റ്റ് ഞാൻ അനുവിന് വീട്ടിൽ ചെല്ലുമ്പോഴത്തേന് അനുവിൻ്റെ വൈഫ് തുറന്നിട്ട് പുള്ളിക്കാരി കുറച്ചൊന്നും നിശ്ചലമായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ചെല്ലും, അങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല അവർ. പുള്ളിക്കാരുടെ കണ്ണൊക്കെ നിറഞ്ഞു. എൻ്റെ വിശ്വാസം എനിക്ക് പറയാമല്ലോ, ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആണ്. ദിലീപ് നിരപരാധിയാണ്. 101% ദിലീപ് നിരപരാധിയാണ്. വിധി വരും. അന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ വരും. നിങ്ങൾക്ക് അന്ന് ചാനലിൽ കാണാം. ഉഗ്രസാധനം ഞാൻ പറയും. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സിർ അമൃത് വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ. പ്രശസ്ത നിർമ്മാതാവും കേരള ഫിലിം ചേംബറിൻ്റെ ജനറൽ സെക്രട്ടറിയുമായ സജി നന്ദ്യാട്ടാണ് അപ്പം ഉള്ളത്. സജിയുടെ സംബന്ധിച്ചുള്ള എനിക്ക് വ്യക്തിപരമായ ഒരു ഭയങ്കര ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞാൽ, എല്ലാ കാലത്തും വളരെ കൃത്യമായ കാഴ്ചപ്പാടുകളുള്ള, എടുക്കുന്ന നിലപാടുകളിൽ വളരെ ശക്തമായ നിലപാടുകളുള്ള തികഞ്ഞ കലാകാരൻ കൂടിയാണ് സജി നന്ദ്യാട്ട്. നമസ്കാരം. ചർച്ചകളൊക്കെ ഞാൻ കാണാറുണ്ട്, 2 ചർച്ചകളും പ്രത്യേകിച്ച്. അപ്പോൾ അതിലൊക്കെ ഒരു നിലപാട് എടുത്താൽ അതിൽ ഉറച്ചു നിൽക്കുകയും അതിനുവേണ്ടി കൃത്യമായി വാദിച്ച് ജയിക്കുകയും ചെയ്യും. എപ്പോഴും അതിൻ്റെ എല്ലാ മെറ്റീരിയലും ശേഖരിച്ചിട്ടായിരിക്കാം മിക്കവാറും വരുന്നത്. ഈ ഒരു കഴിവാണോ, അല്ലെങ്കിൽ ഇതിനു വേണ്ടി ശ്രമിക്കുന്നതാണ്? എന്താണ് സംഭവം? അതല്ല, ഞാൻ വാദിക്കുമ്പോൾ ചാനൽ ചർച്ചകൾ, ആയിരക്കണക്കിന് ചാനൽ ചർച്ചകൾ സിനിമാ സംബന്ധമായി ഞാൻ പോയിട്ടുണ്ട്. അതെ. ഈ ചർച്ചകളിൽ ഞാൻ വാദിക്കുമ്പോൾ ഞാൻ പോയിന്റുകൾ എഴുതി കൊണ്ടുപോകാറില്ല. സാധാരണ നമ്മൾ ചാനൽ ചർച്ച പറഞ്ഞാൽ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ പോയിന്റുകൾ എഴുതി കൊണ്ടുപോകുന്നത് എൻ്റെ ശീലമല്ല. ഇന്നുകൊണ്ട് ഞാൻ ഭയങ്കര കഴിവുണ്ട്, അതല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഞാൻ സത്യത്തിൻ്റെ ഓട് നിൽക്കുമ്പോൾ സത്യത്തിന് ബേസ് ഉണ്ടല്ലോ, നുണയ്ക്ക് ബേസ് ഇല്ല. അപ്പോൾ നുണ ലോകം മുഴുവൻ സഞ്ചരിച്ച് കഴിയുമ്പോഴാണല്ലോ സത്യം ചെരിപ്പിടുന്നത്. അപ്പം ഞാൻ സംസാരിക്കുന്ന കാര്യങ്ങൾ സത്യസന്ധമായ ഒരു കാര്യങ്ങൾക്കും അല്ലാത്തൊരു കാര്യത്തിൽ ഞാൻ ചാനലിൽ പോകാറില്ല. കാരണം പല സംഭവങ്ങളും ചാനലുകാർ, ഇപ്പോൾ ഈ അടുത്ത ദിവസം ചാനലിൽ പല വാർത്തകളും ചാനൽ ചർച്ചകളും എന്നെ വിളിച്ചിട്ടുണ്ട്. ഞാൻ പോകാത്തതുകൊണ്ടാണ്. എനിക്ക് അതേക്കുറിച്ച് യാതൊരു ധാരണയില്ല. അപ്പം വേടനെതിരായി പോകണം എന്ന് പല ചാനലുകാർ പറഞ്ഞിട്ടുണ്ട്. വേടനെതിരായി ഞാൻ എന്തിനു പോകണം? എനിക്ക് ആ ചാനൽ ചർച്ച വേണ്ട. ചാനലുകാരല്ല തീരുമാനിക്കുന്നത് ഞാൻ ഏത് പക്ഷമാണ്. എൻ്റെ പക്ഷം ജനാധിപത്യ പക്ഷം, എൻ്റെ പക്ഷം എൻ്റെ നിലപാട് പക്ഷം. എനിക്ക് ഒരു മാർക്ക് അല്ല, ഇന്ന രീതിയിലൊരു ചാപ്പ കുത്തിയിട്ട് ഇന്ന ആളായിട്ടിരിക്കണം എന്ന് പറഞ്ഞാൽ എന്നെ കിട്ടത്തില്ല. അപ്പോൾ വേടനെതിരെ ചാനൽ ചർച്ചയിൽ എന്നെ പല ചാനലുകാരും വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വേടന് അനുകൂലമാണ്. വേടന് അനുകൂലമാകാൻ കാര്യം എന്താണ്? ഇയാളൊരു പാവപ്പെട്ടവനാ. അവൻ വളരെ മോശപ്പെട്ട അവസരം ജീവിച്ചു വന്ന ഒരു ഇതാണ്. ഇയാൾ പറയുന്നുണ്ട് ഞാൻ ലഹരി ഉപയോഗിച്ചു, എന്നോട് ക്ഷമിക്കണം, എനിക്ക് പറഞ്ഞു തരാൻ ആളില്ല എന്നൊരു ചെറുപ്പക്കാരൻ കേരളത്തിലെ പൊതുസമൂഹത്തോട് പറയുമ്പോൾ നമ്മൾ അവനോട് ക്ഷമിക്കണ്ടേ? പിന്നെ നമ്മൾ രക്ഷകർത്താക്കളല്ലേ? രക്ഷകർത്താക്കളെന്ന് പറഞ്ഞാൽ ആരാണ്? അവരെ ഒരാൾ തെറ്റ് ചെയ്താൽ, ഇവിടെ പുണ്യവളന്മാരാണ് കേരളത്തിലുള്ള മുഴുവൻ പുണ്യവളന്മാരല്ലേ എന്ന് പറഞ്ഞാൽ, ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാം തെറ്റ് ചെയ്യുന്നില്ല, നമ്മളെല്ലാം കുറവുകളുള്ളവരല്ലേ? അപ്പോൾ അവൻ പറഞ്ഞപ്പോൾ അവനെതിരെ സംസാരിക്കാൻ എന്നെ കിട്ടത്തില്ല. ഞാൻ എന്ന് പറഞ്ഞോളൂ, ഞാൻ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. എന്ന് പറഞ്ഞോളാം ഞാൻ നിലപാട് എടുക്കും. അതിനുവേണ്ടി എനിക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായ സ്ട്രെയിൻ എടുത്തിട്ടുണ്ട്. എന്നെ ഒത്തിരി പേര് പല അപഖ്യാതികൾ പറഞ്ഞു വരുത്തിയിട്ടുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കും, ഇനിയും നിൽക്കും. അത് കാരണം എന്താ? അല്ല പിന്നെ നമ്മൾ ആണും പെണ്ണും കേട്ട പറയാം, എന്തിനു ജീവിക്കണം? ആണായിട്ട് 1 മിനിറ്റ് ജീവിച്ചാൽ പോരെ? ഇങ്ങനെ പേടിച്ച് 1000 വർഷം ജീവിക്കുന്നത്. അതുകൊണ്ട് ആണായിട്ട് 1/2 മിനിറ്റെങ്കിലും ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് എൻ്റെ നിലപാട് ഞാൻ നിൽക്കും. സത്യസന്ധമായ കാര്യങ്ങൾക്ക് മാത്രമേ ഞാൻ കൂട്ടുനിൽക്കുന്നത്. അതുകൊണ്ടാണ് ബേസ് ഉള്ളത്. ചേട്ടൻ ഒരു സിനിമ തുടങ്ങിയത് നിഷാദം എന്ന് പറയുന്ന ഒരു പടത്തിലാണ് ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്തത്.
പക്ഷേ ഒരു 4-5 സിനിമകൾ ചെയ്തു. ഈ പറഞ്ഞ 5 ഫിംഗേഴ്സ് ചെയ്തു, ചാക്കോ രണ്ടാമൻ ചെയ്തു, കലണ്ടർ ചെയ്തു. ഇനി ഒരു പടം ഷൂട്ട് ചെയ്യാൻ പോവാണ്. അതെ, ആയിക്കോട്ടെ. പക്ഷേ ഇത്രയും കാലം ഇതിനിടയിൽ ചേട്ടനെ പോലെ ഇപ്പം ചേംബറിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. ചേട്ടന് വേണമെങ്കിൽ ഒരു സ്വാധീനങ്ങൾ ഉപയോഗിച്ചിട്ടൊക്കെ വലിയ സിനിമകൾ ചെയ്യാം. പക്ഷെ എന്തുകൊണ്ട് സിനിമ ചെയ്യുന്നില്ലെന്നൊരു ചോദ്യമാണ്. ബേസിക്കലി ഞാനൊരു ഡിസ്ട്രിബ്യൂട്ടറാണ്. ഈ പലർക്കും അറിയാത്ത എൻ്റെ മുഖം ഒരു പ്രൊഡ്യൂസറുടെ മുഖമാണ്. ഞാൻ പ്രൊഡ്യൂസർ കൂടെയാണ്. പക്ഷേ ബേസിക്കലി ഞാനൊരു സിനിമ വിതരണക്കാരനാണ്. അത് പലർക്കും അറിയില്ല. ഞാൻ ആരെയും ധരിപ്പിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട്, ഇപ്പോൾ താങ്കൾ സുരേഷ് എന്നോട് ചോദിച്ചുകൊണ്ട് നിങ്ങളെപ്പോൾ ഒരു പ്രമുഖ ചാനലിനോട് പറയുന്നതുകൊണ്ട് ഞാൻ ഇന്നുവരെ എന്നോട് ആരും ചോദിച്ചില്ല ആ ചോദ്യം. അതുകൊണ്ട് ഞാൻ കയറി പറഞ്ഞിട്ടില്ല. 56 സിനിമകൾ ഞാനിപ്പോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഇപ്പോൾ ഈ പറയുന്ന ജൂൺ 13 ഞാൻ ഈ വലയം കേരളത്തിൽ സൂപ്പർ ഫിലിമാണ്. രഞ്ജി പണിക്കരൊക്കെ അഭിനയിച്ച ഈ വലയം ഞാൻ ചെയ്യുന്നുണ്ട്. അതിനുശേഷം അടുത്ത പ്രോജക്റ്റുമായിട്ട് ഒരാൾ ഇപ്പോൾ വന്ന് കണ്ടില്ലേ. അപ്പം ഞാൻ സിനിമ വിതരണം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. സിനിമ നിർമ്മിക്കാത്തതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ സത്യസന്ധമായി പറയാം, ഞാനൊരു കോടീശ്വരനല്ല. 2, ആരെയും കളിപ്പിച്ചും കൂടെ കൂടിയും കുറച്ച് പേരെ സ്വാധീനിച്ചും എൻ്റെ പവർ ഉപയോഗിച്ച് എനിക്ക് കോടീശ്വരന്മാർ ചേംബറിൽ വരുന്നുണ്ടല്ലോ, അവരെ വേണേൽ വിളിച്ചാൽ സിനിമ എൻ്റെ കൂടെ കൂടില്ലേ. ഞാനത് ആഗ്രഹിക്കുന്നില്ല. കാരണം എൻ്റെ പണം ഉണ്ടെങ്കിൽ ഞാൻ സിനിമ ഇഷ്ടപ്പെടുന്നുണ്ട്. സിനിമ ലാഭം ഉണ്ടാക്കാൻ പോകുന്ന ആളല്ല. പിന്നെ ഞാൻ ഇനിയും സിനിമ ചെയ്യും. നമുക്ക് ആയുസ്സും ആരോഗ്യവും ഉള്ളിടത്തോളം കാലം സിനിമ ചെയ്യും. പിന്നെ സിനിമ ചെയ്യില്ല എന്ന് എന്നെ ആക്ഷേപിക്കുന്ന ആരാണ്? തീപ്പെട്ടിപ്പടം പോലും ജീവിതത്തിൽ പിടിക്കാത്തവരാ എന്നെ ആക്ഷേപിക്കുന്നത്. ശരിയല്ലേ? ഒരു സിനിമ പിടിക്കുന്ന നിസ്സാര കാര്യമാണ്. പിന്നെ ഞാൻ അംബാനിയുടെ മോനൊന്നുമല്ല. ഞാനൊരു സാധാരണ കോട്ടയത്തുള്ള സാധാരണ കുടുംബത്തിൽ പറഞ്ഞ ആളാണ്. അപ്പോൾ എൻ്റെ സാമ്പത്തിക പരിമിതിയുണ്ട്. അപ്പോൾ എത്ര പണം ഉണ്ടെങ്കിലും സൃഷ്ടിക്കപ്പെടേണ്ട സൃഷ്ടിയെ സൃഷ്ടിക്കപ്പെടത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇനിയും സിനിമ പിടിക്കും. സിനിമകൾ വിതരണം ചെയ്തിട്ടുണ്ട്. അത് മതി. Happy peanut butter, a healthy source of protein. പക്ഷേ ആ പടങ്ങളുടെ പരാജയം ഈ സിനിമകൾ വീണ്ടും ചെയ്യുന്നതിന് ഉണ്ടാക്കിയിട്ടുണ്ട്. പടങ്ങളുടെ ശരിക്കും നല്ല പടങ്ങളാണ്. ആ പടങ്ങൾ പരാജയപ്പെട്ട പടങ്ങളല്ല. ഇപ്പം ടി വിയിലൊക്കെ വരുമ്പോൾ ആൾക്കാർ ഈ പടം എങ്ങനെ പരാജയപ്പെട്ടെന്ന് ചോദിക്കും. അത് നമുക്കറിയില്ല. ഇപ്പം ഓരോന്നിനും ഒരു വിധിയുണ്ടല്ലോ. ഇപ്പോൾ രഞ്ജിത്തിൻ്റെ തുടരും. രഞ്ജിത്ത് പോലും പ്രതീക്ഷിച്ചില്ല എത്രയും പോലും. അപ്പോൾ രഞ്ജിത്ത് ഇന്നലെ ഞങ്ങൾ സംസാരിച്ച മീറ്റിങ്ങിൽ അപ്പോൾ രഞ്ജിത്തിൻ്റെ തുടരും വന്നില്ലേ. അപ്പം എല്ലാവരും സിനിമ എടുക്കുന്നത് സൂപ്പർ ഹിറ്റ് ആകാനാണ് അല്ലേ. ഈ സൂപ്പർ ഹിറ്റിൻ്റെ ഡെഫിനേഷൻ ആർക്കും അറിയത്തില്ല. അറിയാമോ? അങ്ങനെയാണെങ്കിൽ പിന്നെ സൂപ്പർ ഹിറ്റിൻ്റെ ഫോർമുലയായിട്ട് അങ്ങ് എല്ലാവരും പോയാൽ പോലെ. ഇത് ഹിറ്റിന് ഒറ്റ ഡെഫിനേഷനേ ഉള്ളൂ. ഇറ്റ് ഈസ് ഹാപ്പനിങ്. അത് സംഭവിക്കുന്നു. ഈ 3 സിനിമകൾ നിർമ്മിച്ചു, 5 സിനിമകൾ നിർമ്മിച്ചു. 3 ഞാൻ പ്രധാനമായിട്ട് പറയുന്ന ഒരു സ്റ്റാർട്ടപ്പ് ഉണ്ടായിരുന്ന സിനിമ എന്ന നിലയിലാണ്. ഈ താരങ്ങളിൽ നിന്ന് വല്ല ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ ചേട്ടൻ? ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ അന്ന് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കാം. ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. എൻ്റെ സെറ്റിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇനിയോട്ട് ഉണ്ടാകുകയില്ല. കാരണം മുഖ്യധാര നിൽക്കുന്നത് നമ്മുടെ സെറ്റിൽ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് അവർ പ്രശ്നം ഉണ്ടാക്കുന്നവർ പിന്നെ അറിയാമല്ലോ. അതിനകത്ത് നമ്മൾ നിലപാടെടുക്കും. അത് വേറെ കാര്യം. മറ്റേ എനിക്ക് പൃഥ്വിരാജിന്നോ ചാക്കോച്ചെന്നോ മണിയിൽ നിന്നോ ഒരു ഉപദ്രവം ഉണ്ടായിട്ടില്ല. ഇതിൻ്റെ വെറുതെ നമ്മൾ നല്ല സഹകരണം. ഒരു നടി പീഡിപ്പിക്കപ്പെട്ട സമയത്ത് നടൻ ദിലീപിന് അനുകൂലമായിട്ട് നിലപാടെടുത്ത ഒരാളാണ് താങ്കൾ. എനിക്ക് തോന്നുന്നു അന്നത്തെ ചർച്ചകളിലെല്ലാം തന്നെ ഏറ്റവും സജീവമായി പങ്കെടുക്കുകയും ഒരു ഇൻഡസ്ട്രി മുഴുവനും ഏതാണ്ട് ഇൻഡസ്ട്രി അദ്ദേഹത്തിനെതിരായി നിൽക്കുമ്പോഴും അത് അന്നെടുത്ത നിലപാട് ഇപ്പോഴും തുടരുന്ന ഒരാളെന്ന നിലയിൽ അതിഗംഭീരമാണ്. അന്ന് ചേട്ടനെക്കുറിച്ച് പറഞ്ഞു കേട്ടത് ദിലീപ് ഡേറ്റൊക്കെ തന്നിരുന്നു, ഡേറ്റ് വെച്ചിട്ട് സിനിമകളൊക്കെ അദ്ദേഹത്തിന് ചെയ്യാം, അതിന് വേണ്ടിയിട്ടൊക്കെ ആയിരുന്നു എന്ന് പറയുന്നു. പക്ഷേ ഇന്നത്തെ ഒരു ഹിസ്റ്ററി പരിശോധിച്ചാൽ ദിലീപിനെ കണ്ടിട്ടുണ്ടോ? എങ്ങനെയാണ് സംഭവം? അല്ല, ദിലീപിനെ ഞാൻ പരിചയം എന്ന് പറഞ്ഞാൽ ശരിക്കും പരിചയം അത്ര വലിയ ഇൻറ്റിമസി ഉള്ള പരിചയമൊന്നും ഇല്ലായിരുന്നു. ഉള്ള പോലെ പറയുന്ന ആളാണ്. ഞാനും ശ്രീ വിനയനൂടെ ഒരു പാലിലിട്ട് അന്ന് ജി സുരേഷ് കുമാർ രഞ്ജിത്തെതിരെ ഞാൻ ശ്രീ വിനയനെ നമ്മുടെ പ്രേംപ്രകാശൻ ഞങ്ങളൊരു പാലിൽ അങ്ങനെ മത്സരിക്കുന്ന സമയത്ത് അബാദ് പ്ലാസയിൽ ഇലക്ഷൻ നടക്കുക. അപ്പോൾ അന്ന് ദിലീപിന് വോട്ടുണ്ട്. പ്രൊഡ്യൂസർ മെമ്പർ കൂടെയാണല്ലോ ദിലീപ്. അപ്പം ദിലീപിന് എനിക്ക് വോട്ട് ചെയ്തില്ല, എന്നെ മൈൻഡും ചെയ്തില്ല. അതാണ് ദിലീപ് ഞാൻ നമ്മളെ ശരിക്കുള്ള ബന്ധം. പക്ഷേ ഈ നടി ആക്രമിക്കപ്പെട്ട കേസിന് ശേഷം ദിലീപിലേക്ക് കാര്യങ്ങൾ വന്നപ്പോൾ അന്ന് എറണാകുളത്ത് ഞങ്ങളുടെ ആൾക്കാരെ ഇതുമായി ബന്ധപ്പെട്ടവരൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അതിലൊരു നല്ല നാടകം, നല്ല പണി, 8ൻ്റെ പണി താറാമോട്ടയ്ക്കകത്ത് ദിലീപിന് കൊടുക്കുന്നുണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. കാരണം ഞാൻ ആ റൂമിലിരുന്നെല്ലാം കേട്ടോണ്ടിരിക്കുക. ഞാൻ ആ റൂമിലിരിക്കുന്ന കാര്യം ഇവർക്കറിയില്ല. മനസ്സിലാക്കണം. ഇവരെല്ലാം കൂടെ ഇരുന്നുകൊണ്ട് ഈ യഥാർത്ഥ സംഭവം പറയാണ്. അപ്പോൾ ദിലീപിനെ വേട്ടയാടുന്നു, ദിലീപിനെ പോലെ ഒരാൾ. അപ്പോൾ ആ സമയത്ത് ആരും ദിലീപിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം കേരള സമൂഹത്തിൽ 99% എതിരെ, ഇൻഡസ്ട്രി മൊത്തം എതിരെ.
ഞാനാണ് ദിലീപിൻ്റെ പലങ്കൈകളായി ദിലീപിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരും ദിലീപ് രക്ഷപ്പെടുത്തിയവരും ദിലീപ് ബ്രെഡ് ആൻഡ് ബട്ടർ ആയിരുന്നവർ പോലും പേടിച്ചു പോയി. ഞാൻ ഒറ്റയ്ക്ക് ഒരു ചെറിയ തിരുനാളമായിട്ട് കയറി വന്നപ്പം ആൾക്കാർ പറഞ്ഞു ഞാൻ പണം വാങ്ങിയിട്ടാണ്. ഞാൻ പണം വാങ്ങിയെന്ന് പോലീസ് തന്നെ എന്ന് കൊണ്ടുപോയനെ. 2, എൻ്റെ ഡേറ്റ് എനിക്ക് ദിലീപ് ഉടനെ തരും. അപ്പോൾ ദിലീപിൻ്റെ ഡേറ്റിന് വേണ്ടി ഞാൻ ചാനലിൽ പോകേണ്ട കാര്യമൊന്നുമില്ല. കാശ് കൊടുത്താൽ ദിലീപിൻ്റെ ഡേറ്റ് കിട്ടും. അല്ലെങ്കിൽ ആരുടെയും കഥയ്ക്ക് അനുയോജ്യമായി ഇപ്പം ദിലീപിൻ്റെ അടുത്ത് നാളെ ഞാൻ പോകില്ലെന്ന് ഞാൻ പറയില്ല. കാരണം ദിലീപുമായി ബന്ധപ്പെട്ട ഒരു കഥ ദിലീപിനെ അത് ചെയ്യാൻ പറ്റുമെങ്കിൽ ദിലീപ് ചെയ്യും. മമ്മൂക്കായിട്ട് ബന്ധപ്പെട്ടൊരു കഥ മമ്മൂക്കായ്ക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ മമ്മൂക്ക ചെയ്യും. അപ്പോൾ നമ്മൾ സീമാട്ടിക്കാരെ ആരെങ്കിലും തുണി കൊണ്ടോന്ന് ചോദിക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ ഇന്നയാൾക്ക് പറ്റിയ വേഷമാണ് സമീപിക്കുന്നത് നോ പറഞ്ഞാൽ നമ്മൾ അടുത്ത ആളിലേക്ക് പോകും. അവിടെ ദിലീപുമായിട്ട് ഞാൻ എന്തോ ആവശ്യത്തെ ബന്ധത്തിലാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്ന് വരെ ദിലീപിനെ അടുത്ത് കാണാറുണ്ട്. ഇടയ്ക്ക് വല്ല മീറ്റിംഗ് വരുമ്പോൾ ഈയിടെയും കണ്ടു, ഹായ് പറയും. അദ്ദേഹത്തിൻ്റെ ഒരു കഴിഞ്ഞ പടത്തിന് എന്നെ വിളിച്ചിരുന്നു. അതിൻ്റെ ഇതിന് അത് ഞാൻ പോയി. ദിലീപായിട്ട് ഇൻറ്റിമസി ഇപ്പോഴും എനിക്കില്ല, ഞാനൊട്ടും ആഗ്രഹിക്കുന്നുമില്ല. കാരണം നമ്മളിപ്പം ഈ ആളെ സൂചിപ്പിക്കുന്നത് എന്തിനാ? ഞാൻ ദിലീപിൻ്റെ അടുത്ത് ചെന്നിട്ട് ദിലീപ് ഞാൻ അങ്ങനെ ചെയ്തു, ദിലീപ് ഞാൻ ഇങ്ങനെ ചെയ്തു, ഞാനില്ലേ ദിലീപ് കുഴിക്കാത്ത് പോയതിന് എന്നൊക്കെ പറഞ്ഞത് എന്തിനാണെന്നറിയോ? വല്ലതും കിട്ടാനാ? എനിക്കെൻ്റെ ആവശ്യമില്ല. ഞാൻ ദിലീപിൻ്റെ അടുത്തോ കാവ്യമാധവൻ്റെ അടുത്തോ ദിലീപിൻ്റെ അനിയൻ അനൂപിൻ്റെ അടുത്തോ അളിയൻ സൂരജിൻ്റെ അടുത്തോ ഒന്നും ഞാൻ ഇന്ന് വരെ പോയിട്ട്, ഞാൻ സൂരജിൻ്റെ വീട്ടിലൊരു കേസുമായി ബന്ധപ്പെട്ട് പോയപ്പോൾ അതുവഴി ഇപ്പോൾ കയറി, ഞാൻ ഇന്ന് വരെ അവരെ സമീപിക്കുകയോ വിളിക്കുകയോ ഒന്നും ചെയ്യാറില്ല. അതിന് എനിക്കെൻ്റെ ആവശ്യമില്ല. കാരണം ഞാൻ ഇതിനൊന്നും അങ്ങനെ ഒരാൾ ഒരു ഉപകാരം ചെയ്തു അതുകൊണ്ട് അയാളിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് വാങ്ങണം. അതൊക്കെ മനുഷ്യൻ്റെ അതിനോട് എനിക്ക് യോജിപ്പില്ല. അതുകൊണ്ടാണ്. എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ദിലീപിനെ സപ്പോർട്ട് ചെയ്യാൻ പാകത്തിൽ എന്തായിരുന്നു, ഇതോളത് പറഞ്ഞിട്ടില്ലെന്ന എൻ്റെ അറിവ്, എന്തായിരുന്നു ചേട്ടനുള്ള ബോധ്യം? എന്തായിരുന്നു? ഞാനത് നല്ലൊരു വൈസ് ക്വസ്റ്റ്യൻ ആണത്. പക്ഷേ അതിന് ഞാൻ കോടതിയിലിരിക്കുന്നൊരു കാര്യമാണ്. കോടതിയിൽ ഈ അടുത്ത ദിവസങ്ങൾ ഉടനെ തന്നെ, ഇനി വലിയ താമസമില്ല, വിധി വരും. എൻ്റെ വിശ്വാസം 2000 പേജുള്ള ഇത് 2000 തെളിവുകൾ, 261 സാക്ഷികൾ. നമുക്കറിയാം, കോമൺ സെൻസ് ഉള്ളവർക്കറിയാം, ഒരാളെ ശിക്ഷിക്കാൻ ഒരു തെളിവ് മതി. സാമാന്യ ബുദ്ധിയുള്ളവർക്കറിയാം, ഒരാളെ ശിക്ഷിക്കാൻ ഒരു സാക്ഷി മതി, അല്ലേ? ഇത്രയും സാക്ഷികളും ഇത്രയും ശാസ്ത്രീയ തെളിവുകളും അപ്പം തന്നെ അതിനകത്ത് ദുരൂഹത നടക്കുന്നുണ്ട്. പിന്നെ എൻ്റെ വിശ്വാസം എനിക്ക് പറയാമല്ലോ, ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആണ്. ദിലീപ് നിരപരാധിയാണ്, 101% ദിലീപ് നിരപരാധിയാണെന്ന് വിധി വരും. അന്ന് ഞാൻ കുറച്ച് കാര്യം വരും, നിങ്ങൾക്ക് അന്ന് ചാനലിൽ കാണാം. ഉഗ്ര സാധനം ഞാൻ പറയും. ഞാൻ ഇത്രയും നാൾ കാരണം എന്താ, നമുക്ക് പൊതുമൊത്തത്തിൽ പറയുമ്പോൾ ചില പരിമിതിയുണ്ട്. കോടതിയിൽ നിൽക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ പരിമിതിയുണ്ട്. പിന്നെ സ്ത്രീകൾക്കെതിരായി പറയുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ കുറ്റിക്കകത്ത് പോകും. കാരണം ശരിയല്ലേ? അപ്പോൾ അതുകൊണ്ട് ചില വി ആർ ഹാവിങ് സം ലിമിറ്റേഷൻസ്. സോ വിധി വരുന്ന അന്ന് എന്തായാലും ചാനലിൽ ഞാൻ വരും. അന്ന് നിങ്ങൾക്ക് എന്തുകൊണ്ട് വൈ ദിസ് മാൻ ഫസ്റ്റ് ഇൻ ചാനൽ അല്ല ദിലീപ് കേസ് എന്ന് നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും. അതുകൊണ്ട് കുറച്ച് ദിവസങ്ങളോടെ ക്ഷമിക്കണം. നിങ്ങൾക്ക് ഞാൻ ഇന്റർവ്യൂ തരാം. കൃത്യമായ ധാരണയുണ്ട് അദ്ദേഹം കുറ്റക്കാരനല്ല എന്നുള്ളതുണ്ട്, അല്ലേ? പക്ഷേ ബോധ്യവും ഇല്ലെങ്കിൽ മറ്റുള്ളവരുടെ തെളിവുകളുടെ അടിസ്ഥാനത്തിലൊക്കെ ആയിരിക്കാം. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് അന്ന് ആ ഹാളിലിരുന്ന് പലരും സംസാരിച്ചിരുന്നു എന്ന് പറഞ്ഞു, അദ്ദേഹം ചെയ്തിരുന്ന കാര്യമല്ല എന്നുള്ളത്. അത് പ്രൊഡ്യൂസർ അസോസിയേഷൻ ഹാളിൽ വെച്ചായിരുന്നു? അല്ല അല്ല അത് പുറത്തെവിടെയായിരുന്നു? സിനിമാ സംബന്ധമായ ഒരു ഹോളായിരുന്നു. ഒരു സിനിമാ സംബന്ധമായ ഒരു സ്ഥാപനമായിരുന്നു. പ്രൊഡ്യൂസർമാരായിരുന്നു അവിടെ കൂടെ ഉണ്ടായിരുന്നു അധികം? എല്ലാവരും ഉണ്ട്, ഡിസ്ട്രിബ്യൂട്ടറും പ്രൊഡ്യൂസർമാരൊക്കെ ഉണ്ടായിരുന്നു. അവർക്കിടയിലുള്ള ചർച്ച ഇതായിരുന്നു? അതെ അതെ. ആ ചർച്ചയിൽ നിന്നാണ് സ്വാഭാവികമായിട്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് ഇദ്ദേഹം കുറ്റക്കാരനല്ല എന്നുള്ളത്. അവിടെ ആ ചർച്ച നടക്കുമ്പോൾ ചാനലുകാർ വെളിയിൽ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഈ പെട്ടെന്ന് ഇതെന്താണെന്നറിയാതെ എന്ത് പറയണമെന്നറിയാത്തൊരു ആ വിഷമസന്ധി അവിടെ വന്നു. കേരളം മൊത്തം പൊതുവായി വലിയ പ്രശ്നമായി, ദിലീപ് പ്രശ്നം. ഇതിങ്ങനെ ഭയങ്കരമായി കത്തിപ്പെടുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്ന് ഒരു അവസ്ഥ വന്നപ്പോൾ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, മാതൃഭൂമിയുടെ റിബിൻ രാജുവാണ്, ഇപ്പോൾ അദ്ദേഹം അവിടെ ഇല്ല. എന്നോട് ഇങ്ങനെ നോക്കി, ഞാൻ പയ്യെ മുമ്പോട്ട് ചെല്ലുകയാണ്, പൊട്ടിത്തെറിച്ച് എല്ലാ കാര്യവും ഞാൻ പറയുകയാണ്. അന്ന് വൈകിട്ട് തന്നെ ഓൾ ചാനൽസ് പിക്ക് ചെയ്യാണ്. പിന്നെ അങ്ങോട്ടൊരു യാത്രയായിരുന്നു, ഡെയിലി 8 മണിക്കൂർ. പിന്നെ എത്ര മാസം എനിക്ക് തന്നെ അറിയില്ല. മുഖം ഒക്കെ ഈ ലൈറ്റ് അടിച്ച് കണ്ണുപോലും കാണാൻ പറ്റില്ല. കാരണം ദിവസം 8 മണിക്കൂറൊക്കെ ചാനൽ എഴുതുകൊണ്ടിരുന്നത്. അതങ്ങനെ പോയിക്കൊണ്ടിരുന്നു. എങ്കിലും
ഉറക്കമില്ലാത്തൊരു രാത്രിയായിരിക്കണം ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും ദിലീപിനെ അറസ്റ്റ് ചെയ്ത ദിവസം. ഭയങ്കര അന്ന് ചേട്ടനൊന്ന് പേടിച്ചോ? പേടിച്ചില്ല. പക്ഷേ അന്ന് വരെ എന്നോടൊപ്പം ഉണ്ട് എൻ്റെ വീട്ടുകാർ പോലും, അവിടെയാണ് പ്രശ്നം. എന്നോടൊപ്പം ഇത് വേണോ എന്നൊരു സംശയത്തിൽ നിന്ന് എൻ്റെ വീട്ടുകാർ പോലും, എൻ്റെ രക്തബന്ധങ്ങൾ പോലും അന്ന് വൈകിട്ട് എന്നെ തള്ളി പറഞ്ഞെന്നുള്ളതാണ്. എൻ്റെ മോന് ഏറ്റവും ഇന്ന് വരെ പറയാത്തൊരു കാര്യത്തോട് പറയാം. എൻ്റെ മോന് ഒരാഴ്ച ഒരാൾ LLB പഠിക്കുന്ന, ഒരാൾ ഡിഗ്രി, രണ്ടുപേരും ഒരാഴ്ച കോളേജിൽ പോയിട്ടില്ല. വിശ്വസിക്കൂ. അവൻ്റെ കൂട്ടുകാരവരെ മീൻസ് സജി അന്ത്യാടൻ്റെ മോനല്ലേ എന്ന രീതിയിലേക്ക് നമ്മളെന്തോ തെറ്റ് ചെയ്ത പോലെയായി ഈ വാദിച്ചതിൻ്റെ പേരിൽ. അന്ന് വൈകിട്ട് ചാനലുകാർ മൊത്തം എന്നെ ശരിക്കും പറഞ്ഞാൽ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ വാരി ഇലക്കുകയായിരുന്നു. എൻ്റെ അവസ്ഥ അലൂമിനിയത്തിൻ്റെ പേരിൽ പണിലൂറി കയറുകയായിരുന്നു. എന്നെനിക്ക് ഉറക്കം വന്നില്ല, സത്യം ഉറക്കം വന്നില്ല. എൻ്റെ ജീവിതം എൻ്റെ പേഴ്സണൽ പ്രശ്നം അല്ലെങ്കിലും ഇത് എന്നിലേക്ക് ആവാഹിച്ചു. ഇത് എൻ്റെ ഒരു പ്രശ്നമായി. ദിലീപ് പോലും ഒന്നും അത്രയും പ്രശ്നമാണ്. ദിലീപ് അറസ്റ്റ് ചെയ്യപ്പെട്ട രാത്രി ഭയങ്കര. ഞാൻ ഇന്ന് വരെ ഞാൻ ദിലീപേണെന്ന് പറഞ്ഞിട്ടേ ഇല്ല കേട്ടോ. ഉള്ള കാര്യം പറഞ്ഞു. ഞങ്ങൾ ഇപ്പോഴും ഇടയ്ക്ക് കാണാറുണ്ട്, അടുത്തിരിക്കാറുണ്ടോ. ഞാൻ ഇന്ന് വരെ ഒന്നും പറയേണ്ട കാര്യം എന്തിനു പറയണം? ഞാൻ ഈ പറയുന്നത് എന്തിനായിരിക്കും അങ്ങനെ പറയുന്നത്? എന്തെങ്കിലും കിട്ടാനല്ലേ? അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ എന്തിനു പറയണം? പിന്നെ അദ്ദേഹം മനസ്സിലാക്കി. നന്ദി എന്ന് ആരോടും പ്രതീക്ഷിക്കേണ്ടെന്ന്. നമ്മൾ ആരോടും ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ കാര്യങ്ങൾ ചെയ്താണ്ടല്ലോ നമുക്കൊരിക്കലും ദുഃഖം ഉണ്ടാവില്ല. ആരും നമ്മളൊന്നും പ്രതീക്ഷിക്കില്ല. അപ്പം അന്ന് എനിക്ക് എൻ്റെ മോനെ 2 പിള്ളേർക്കും കോളേജിൽ പോകാൻ അവസ്ഥ വന്നു. ആലോചിക്കും. എൻ്റെ കോളേജിൻ്റെ ഫ്ലെക്സുകൾ പോലും തകർക്കപ്പെട്ടു. വിശ്വസിക്കുമോ? സത്യം. എൻ്റെ കോളേജിൻ്റെ ദിലീപിൻ്റെ ഹോട്ടലുകളൊക്കെ അടിച്ചു പൊട്ടിക്കുകയൊക്കെ ചെയ്തില്ലേ? എൻ്റെ സ്ഥാപനത്തിൻ്റെ പരസ്യം വെച്ച്, പബ്ലിക് കോളേജിൻ്റെ പരസ്യം വെച്ചിരുന്ന ഫ്ലെക്സുകൾ വരെ നശിപ്പിക്കപ്പെട്ടു. ഞാൻ ഇത് ആരോടും പറഞ്ഞില്ലല്ലോ. ഇപ്പോഴാദ്യമായിട്ട് പറഞ്ഞ കേട്ടോ. അപ്പം അന്ന് പറഞ്ഞ് നമ്മളതിൻ്റെ സിമ്പതി ആരുടെ സിമ്പതി? ആർക്ക്? എന്തിനാ സിമ്പതി? പിന്നെ അവിടെ നിന്ന് ഉയർത്തെണ്ണീക്കാൻ ഒരു കരുത എന്താണ്? അല്ല, എനിക്ക് ഞാൻ ചെറുപ്പം മുതലേ നമ്മൾ അങ്ങനെ വരുന്നത് ധാർമ്മികമാണ്. നമ്മൾ സത്യം പറയുക, നമ്മുടെ ജീവിതം ചെറുതല്ലേ. ഒത്തിരി നാൾ ഭൂമി ജീവിക്കല്ലോ. നമ്മൾ ചാകുമ്പോൾ ഒരു ചിരട്ട പോലും കൊണ്ടുപോകത്തില്ല. നമ്മൾ ചത്തു കഴിഞ്ഞ് നമ്മൾ ഈ അടയാളപ്പെടുത്തലെന്ന് പറഞ്ഞിട്ടുള്ള സമയത്ത് അല്ലേ, ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് പോവുക. നമ്മൾ വലിയ മഹാന്മാരൊന്നുമല്ല. ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുക. നമ്മൾ എത്ര നാളെ അല്ലേ. അതില് മുഖാമുഖം കൊമ്പ് പുറത്തുകളിൽ പ്രധാനി ഒരു ബൈജു കൊട്ടാരക്കരയായിരുന്നു. എന്തെങ്കിലും പിന്നെ പേഴ്സണൽ വിരോധങ്ങൾ നിങ്ങൾക്കിടയിലുണ്ടോ? ഇല്ല. ബൈജു കൊട്ടാരക്കയുടെ ആദ്യ ഭാര്യ എൻ്റെ വീടിന് തൊട്ടടുത്താണ്. തൊട്ടടുത്ത ഞങ്ങൾ അയൽവക്കംകാരാണ്. എനിക്ക് പേഴ്സണലി ബൈജുവായിട്ട് യാതൊരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു. ബൈജുവിന് എന്നോട് പ്രശ്നവുമില്ല. മറിച്ച് ഞാൻ ദിലീപിന് സൈഡ് സംസാരിക്കുന്നു, ബൈജു ദിലീപിനെതിരെ സംസാരിക്കുന്നു. അതാണ്. പിന്നെ ബൈജു എനിക്കെതിരെ ഇല്ലാത്ത ആരോപണങ്ങൾ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പോലും ഞെട്ടിപ്പോയി. കാരണം ഈ നമ്മളെ അറിയാവുന്നവർക്കല്ലേ അറിയുള്ളൂ. നമ്മൾ അടുത്തറിയാവുന്നവർക്കായിരിക്കും നമ്മളെ അറിയാവുന്നത്. വെളിയിൽ നിന്നുള്ള കാസർഗോഡോ കണ്ണൂരോ ഗൾഫിലോ ഉള്ള ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ ചിലപ്പോൾ നമ്മളെ തെറ്റിദ്ധരിക്കും. കാരണം അവർക്കറിയില്ലല്ലോ നമ്മളെ ബേസിക്കലി. പിന്നെ ബൈജു ഇല്ലാക്കാതെ പറയുക. അത് ബൈജുവിന് ഒരു സംഭവമുണ്ട്. അത് ബൈജുവിൻ്റെ രീതിയാണ്. പിന്നെ പല്ലടിച്ച് കുഴിക്കും. 400 മീറ്റർ അകലെ ഇരുന്നുണ്ട്, 400 കിലോമീറ്റർ അകലെ ഇരുന്നുണ്ട് പല്ലടിച്ച് കുഴിക്കും. അങ്ങനെയുള്ള വീരവാദങ്ങളൊക്കെ ഉണ്ട്. ദിലീപിനോടാവും. എന്നോട് പേഴ്സണലി ശരിക്കും പറഞ്ഞാൽ ബൈജുവിന് വിരോധം വരേണ്ട കാര്യമില്ല. വിരോധം വരാനുള്ള കാരണം എന്ന് പറയുന്നത് ദിലീപിന് വേണ്ടി സംസാരിച്ചു എന്നുള്ളതാണ്. ഈ ദിലീപിനോട് വരേക്കാൻ പറയാൻ കാരണം നമുക്കറിയാം. വിനയനും ബൈജു എല്ലാം ഉള്ള മാഗ്ഡ അത് പുലർത്തിയാണല്ലോ ഫെഫ്ക ഉണ്ടാകുന്നത്. അതിൽ ദിലീപ് ഒരു കാരണക്കാരനാണ്. അങ്ങനെ ഇവർക്ക് മലയാള സിനിമയിലുള്ള ബൈജുവിനൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്വാധീനവും മേധാവിത്വം ഒക്കെ ഇല്ലാതെ പോയി. അപ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ദിലീപിനുണ്ടാകുന്ന ഒരു ദേഷ്യം അത് ഏത് മനുഷ്യർക്കും ഉണ്ടാവും. ചേട്ടൻ പറഞ്ഞതുപോലെ അങ്ങനെ സംഭവിക്കട്ടെ, നമുക്കറിയില്ല, നിയമമാണ്. സംഭവിച്ചാൽ ഒരു പക്ഷേ അതിൽ അഭിമാനിക്കാവുന്ന ഒരിടമല്ലേ, ഒരു പൊന്തൂവലായിരിക്കില്ലേ ചേട്ടൻ്റെ കാര്യത്തിൽ? ഒരു നമ്മുടെ ഭരണഘടന പറഞ്ഞത് എന്താണ്? 1000 കുറ്റവാളി രക്ഷപ്പെട്ടോട്ടെ. പക്ഷെ ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെട്ടു. ദിലീപ് നിരപരാധിയാണെന്ന് ഞാൻ 100% വിശ്വസിക്കുന്നു. അപ്പോൾ ദിലീപ് 2 കല്യാണം കഴിച്ചു. 8 കല്യാണം കഴിച്ചവനെ 2 കല്യാണം കഴിച്ചവനെ കുറ്റം പറയുന്നത്. ഇടതുകാലനെ മന്ത് മൂടിയിട്ടിട്ട് മറ്റവനെ മന്താന്ന് വിളിക്കുന്നത് തുല്യമാണ്. അപ്പം അത് ഓരോരുത്തരുടെ ജീവിതത്തിൽ അങ്ങനെ പലർക്കും പല സംഭവങ്ങൾ ഉണ്ടാവും. പിന്നെ ഇല്ലാ കഥകൾ പറയുക. ദിലീപിൻ്റെ മനസാക്ഷി സൂക്ഷിക്കുന്നവരുമായിട്ട് എനിക്ക് നല്ല ബന്ധമാണ്. ദിലീപുമായിട്ട് ഞാൻ ഭയങ്കര അടുപ്പില്ല. ഞാൻ പറയുന്നത് സത്യം പറഞ്ഞു കേട്ടോ. ചിലർ ചുമ്മാ അടിക്കും. മോഹൻലാൽ ഇന്നലെ വീട്ടിൽ നിന്ന് പോയുള്ളൂ എന്നൊക്കെ ചുമ്മാ അടിക്കും. ഞാൻ ഉള്ള കാര്യം എന്തെന്ന് പറയും, എനിക്കിപ്പോൾ ഒന്നും വലിയ പുളകമൊന്നുമില്ല. ഞാൻ പ്രകൃതിയെ മാത്രം സ്നേഹിക്കുന്ന ആളാണ്. മറ്റുള്ളവരെ എല്ലാം സഹജീവിയെ കാണുന്ന. ഞാൻ ആരെ ആരാധിക്കാറില്ല. ഞാൻ ആരാധിക്കുന്ന പ്രകൃതിയാണ്. പ്രകൃതിയല്ലേ നമുക്ക് വായു തരുന്നത്, പ്രകൃതിയല്ലേ വെള്ളം തന്നത്, പ്രകൃതിയല്ലേ സൂര്യപ്രകാശം തന്നത്, പ്രകൃതിയല്ലേ പ്രതലം തന്നത്, പ്രകൃതിയല്ലേ ഫുഡ് തരുന്നത്. അതുകൊണ്ട് പ്രകൃതിയാണ് ദൈവം എന്ന് വിശ്വസിക്കുന്ന ആളായതുകൊണ്ട് ബാക്കിയുള്ളവരെ ഞാൻ സഹജീവികളെ, മറ്റു ജീവികളെയൊക്കെ ഞാൻ എല്ലാം സ്നേഹിക്കും. പാമ്പിനെ കണ്ടാലും ഞാൻ സ്നേഹിക്കുന്ന ആളാണ്. എന്ന് പറഞ്ഞാൽ അതിനെ ഉപദ്രവിക്കത്തില്ല. അപ്പോൾ
നമ്മൾ അങ്ങനെ ജീവിക്കുന്നത്. അതുകൊണ്ട് ആരെയും ഞാൻ ആരാധിക്കാറില്ല. അതുകൊണ്ട് ഇന്ന ആളുമായിട്ട് എനിക്ക് ഭയങ്കര ബന്ധമാണ്. ദിലീപുമായിട്ടൊന്നും വലിയ ബന്ധമൊന്നുമില്ല. എപ്പോഴെങ്കിലും അദ്ദേഹം ഇറങ്ങി വന്നതിന് ശേഷം ചേട്ടനെ വിളിക്കുകയോ ഒരു നന്ദി വാക്ക് പറയുകയോ ചെയ്തിട്ടുണ്ടോ? എന്നെ വിളിച്ചിട്ടുണ്ട്. എന്നെ വിളിച്ചു. എൻ്റെ അമ്മ മരിച്ചപ്പോൾ ആദ്യം വരെ ദിലീപിൻ്റെ കോളാണ്. അത് എങ്ങനെ അറിഞ്ഞെന്ന് എനിക്കറിയില്ല. എൻ്റെ അമ്മ മരിച്ചു രാത്രി 9:16, 9:18 ദിലീപിൻ്റെ ഫോൺ വന്നു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. സത്യം. എൻ്റെ അമ്മ 2 വർഷം മുമ്പ് തങ്കമ്മ രാത്രി 9:16 ഞങ്ങളുടെ വീട്ടിൽ കിടന്നാണ് മരിക്കുന്നത്. പ്രായാധിക്യം മരിക്കുന്നത് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും, ഞങ്ങളുടെ മക്കൾ, ഞങ്ങൾ 9 പേരാണ്. അത് എല്ലാവരും ഗൾഫിലും വിദേശത്തോടെ, അവരെല്ലാവരും ലൈവ് കണ്ടുകൊണ്ടിരിക്കുക അമ്മ മരിക്കുന്നത്. അപ്പോൾ എൻ്റെ അമ്മ മരിക്കുന്നത് സമയത്ത് 9:16 പക്ഷെ 9:18 ദിലീപ് വിളിക്കും. ഇപ്പോഴും എനിക്കറിയില്ല അത് എങ്ങനെയാണ്. സത്യം. അത് വെറുതെ പറഞ്ഞല്ല. അതൊരു ഞാൻ ദിലീപിനോട് ചോദിച്ചിട്ടുമില്ല. എൻ്റെ മോൻ്റെ കല്യാണത്തിന് ഞാൻ ദിലീപിനെ കല്യാണം വിളിച്ചില്ല. കേൾക്കുക, അനൂപിനോട് ഞാൻ പറഞ്ഞു. അനൂപിനെ വീട്ടിൽ ഞാൻ ചെല്ലുമ്പോൾ അനൂപിൻ്റെ വൈഫിൻ്റെ കണ്ണുനീര് വരിക എന്നെ കണ്ടപ്പോൾ. അനൂപിൻ്റെ പിന്നെ പെരുമ്പാവൂർ കോടതിയിൽ എനിക്ക് ദിലീപിന് വേണ്ടി സംസാരിച്ചതിനോട് എനിക്ക് ശാന്തി വിളഞ്ഞതിന് കേസ് ഞങ്ങൾ 3-4 പേർക്കൊരു കേസുണ്ട്. ഞാൻ എന്തോ ചാനലിടുന്നതുകൊണ്ട് CD പൊക്കി കാട്ടിയെന്ന്. എൻ്റെ കോളേജിലെ +2 പിള്ളേരുടെ ഇംഗ്ലീഷിൻ്റെ അന്ന് ടൈപ്പ് ചെയ്ത് കൊണ്ടുവന്ന സാധനമായിരുന്നു. പോലീസ് നോക്കി നിൽക്കുകയാണ് ഒരു കേസെടുക്കാൻ. എന്തോ ഉയർത്തിക്കാട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് CD ഉയർത്തിക്കാട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഓർത്ത് എൻ്റെ കയ്യിൽ അറിയാതെ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ ചേഷ്ടകൾ വരും. ഇപ്പോൾ കണ്ണാടി ഉയർത്തിക്കാട്ടിയെന്ന് പറഞ്ഞ പോലെ അപ്പോൾ കോളേജിലെ പിള്ളേരുടെ പ്രിൻ്റ് നോട്ട്സിൻ്റെ ഒരു CD എൻ്റെ കയ്യിലിരുന്നു. അറിയാതെ ഞാനൊന്ന് എൻ്റെ കയ്യിലിരുന്നു. എന്തോ ഒരു CD ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തോ വിളിച്ചു പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കേസെടുത്ത് പെരുമ്പാവൂർ. അതിപ്പോഴും ഉണ്ടോ നിലവിൽ നടന്നുകൊണ്ടിരിക്കുക. ചുമ്മാ നമ്മളതിനെ മെനക്കെടുത്തുക. കാരണം പോലീസിന് നമ്മളോട് നല്ല സ്നേഹമായിരുന്നു. അപ്പം അവർ കണ്ടാൽ നമുക്ക് ഉമ്മ വരും. എന്നെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ചായിരുന്നു. നമുക്ക് നമ്മുടെ കുടുംബത്തിന് അന്നേരം ഒരു മന്ത്രി ഉള്ളതുകൊണ്ട് ഏതാ അല്ലേ ഞാൻ മറ്റേ ഇതൊക്കെ ഇട്ട് ബർമുഡാക്കി ഇട്ട് പോയാലേ അല്ലെ എന്നെ പെടുത്തിയനെ. അപ്പം അതെ എൻ്റെ കുടുംബത്തന്നൊരു മന്ത്രി ഉള്ളതുകൊണ്ടാണ് ഏതാ അല്ല എൻ്റെ കാര്യം മനസ്സിലായില്ലേ. അപ്പം നീതിക്ക് വേണ്ടി നിൽക്കുക. അനീതിയാണെങ്കിൽ മന്ത്രിയല്ല ആരുള്ളത് നമ്മൾ ശിക്ഷിക്ക് അർഹരല്ലേ. അപ്പോൾ അങ്ങനെ കോടതി നിന്ന് അവധി കേസെടുത്തുമ്പോൾ കറക്റ്റ് ഞാൻ അനൂപിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോഴത്തേന് അനൂപിൻ്റെ വൈഫ് തുറന്നിട്ട് പുള്ളിക്കാരി കുറച്ചൊന്നും നിശ്ചലമായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ചെല്ലും, അങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല അവർ. പുള്ളിക്കാരുടെ കണ്ണൊക്കെ നിറഞ്ഞു. അതുപോലെ നമ്മൾ അവരുടെ വീട്ടിൽ പോയി ഒരു 10 പൈസ ചോദിച്ചാൽ കഴിഞ്ഞില്ലേ. ഇനി നാളെ നമുക്ക് ദൈവം അല്ലെങ്കിൽ ഇവിടെ പ്രകൃതി വരിക, നീ ഒന്നുമില്ലാത്തവനായി പോട്ടെ, നമ്മൾ തെണ്ടിയാലും ആ വീട് മാറിപ്പോയി തെണ്ടും. അതല്ല നമ്മുടെ അഭിമാനം. അഭിമാനം എന്നൊരു സാധനം ഉണ്ടല്ലോ, അത് നമുക്ക് പണം കൊണ്ട് വാങ്ങാൻ പറ്റുന്നതല്ലേ അല്ലേ വ്യക്തിത്വം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞ് അനൂപിനോട് ഞാൻ പറഞ്ഞു മോൻ്റെ കല്യാണമെന്ന് പറഞ്ഞു. ഞാൻ അനൂപിനോട് പറഞ്ഞു, അനൂപ് ഇത് കേൾക്കുമല്ലോ, കല്യാണത്തിനെന്ത് 3 മണിക്ക് വൈകുന്നേരം 4 മണിക്ക് കല്യാണം. 3 മണിയാകുമ്പോൾ ദിലീപിൻ്റെ അടുത്ത സുഹൃത്ത് എം ഹംസ ഉണ്ട്, കലാസംഘം. അദ്ദേഹം വിളിച്ചു, ദിലീപ് ആ പള്ളിയുടെ അവിടെ വന്ന് കിടക്കുക നലച്ചേക്ക്. അപ്പം ഞാനത് ദിലീപ് മാത്രമേ ഉണ്ടായിരിക്കുന്നുള്ളൂ. അപ്പോൾ ഉണ്ണിമോഹനന്, വിജയബാബു, അങ്ങനെ ഒത്തിരി ആർട്ടിസ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഒത്തിരി ആർട്ടിസ്റ്റുകൾ വന്നായിരുന്നു. ഞാൻ അവരെ നേരിട്ട് വിളിച്ചതാണ്. ദിലീപിനെ ഞാൻ അറിഞ്ഞുകൊണ്ട് വിളിച്ചില്ല. പക്ഷെ അത്ഭുതം എന്ന് പറയട്ടെ, ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ കാവ്യ മാധവൻ ഉൾപ്പെടെ ദിലീപ് ബോംബെയിൽ നിന്ന് ഷൂട്ടിങ്ങിന് അവധി വാങ്ങിയിട്ട് മദ്രാസിലാണ് ആദ്യം താമസിക്കുന്നത്. മദ്രാസിൽ പോയി കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു. അതിൻ്റെ ആവശ്യമുണ്ട് ദിലീപിന്. അപ്പോൾ അദ്ദേഹത്തിന് ആ സ്നേഹം, അതല്ലേ സ്നേഹം, അതല്ലേ നമ്മളെ തിരിച്ചറിയുക എന്നുള്ളതല്ലേ. ഞാൻ പോയി അദ്ദേഹത്തോട് 10 രൂപ ചോദിച്ചാൽ പിന്നെ അവരെ എനിക്ക് കിട്ടുമായിരുന്നു? പറ, ഒരിക്കലും ഇല്ല. അപ്പോൾ നമ്മുടെ ഒരു നടൻ പിന്നെ എന്നെ വിളിച്ചു പറഞ്ഞു, ദിലീപ് ജാമ്യം കിട്ടി ആ വീട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ പറഞ്ഞത് ഇവിടെ സജി നന്ദിയായിട്ടുണ്ടായിരിക്കണമെന്നാണ് ആദ്യം ആവശ്യപ്പെട്ടത്. എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും ചെയ്തിട്ടില്ല, എന്നാലും 2 വാക്ക് സംസാരിച്ചു. അപ്പോൾ സജി നന്ദിയായിട്ട് എവിടെയെന്നാണ് ഞാൻ ആദ്യം ചോദിച്ചത്. എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി ചേട്ടനെ എവിടെ കണ്ടാൽ. ഞാൻ പറഞ്ഞു, ഞാനവിടെ വരില്ല, എൻ്റെ ജോലി അതല്ല, നമ്മൾ വേറൊരു രീതിയിൽ പോകുന്ന ആളാണ്. അപ്പോൾ ദിലീപിൻ്റെ കാര്യത്തിൽ ഇടപെട്ട് അതിന് വേണ്ടി ആക്ഷേപം കേട്ടു. പല തരത്തിലുള്ള എന്താ പറയുക, നമ്മളെ അവഹേളിക്കാന്ന് മുഴുവൻ അവഹേളിച്ചു. പണം വാങ്ങുന്നവൻ പിന്നെ നമുക്കില്ല കഥകൾ പ്രചരിപ്പിച്ചൊക്കെ ചെയ്തു. പക്ഷെ ഒരു കാര്യമുണ്ട്, സത്യത്തിലൂടെ നിന്നു. ഈ പറയുന്ന ആള് സത്യവാനാണ്, അയാൾ നീതിമാനാണ്. ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ലെന്ന് പറഞ്ഞ് ഞാൻ മാറിയിട്ടുണ്ട്. പക്ഷെ നീതിമാനാണ് മനുഷ്യൻ എന്നെനിക്ക് 100% എൻ്റെ വിശ്വാസമാണ്. എൻ്റെ വിശ്വാസം നാളെ തെറ്റാ അല്ലേ, അത് കോടതി പറയും. ഉണ്ണി മുകുന്ദൻ വിപിൻ എന്ന് പറയുന്ന മാനേജരും സ്വാഭാവികമായിട്ടും എല്ലാ വിഷയങ്ങളിലും
ഇടപെടുകയും അതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളെന്നില്ലേ ഈ കേസിനെ കുറിച്ച് എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? നേരത്തെ പറഞ്ഞ പോലെ എല്ലാ വിഷയങ്ങളിലും കയറി ഇടപെടാറില്ല. അറിയുന്ന വിഷയങ്ങളിൽ, ധാരണയുള്ള വിഷയങ്ങളിൽ അത് കൃത്യമുണ്ടെന്ന് തോന്നിയാൽ മാത്രമേ ഇടപെടുള്ളൂ. എന്തെങ്കിലും കേൾക്കുകയോ എന്തെങ്കിലും പറയുകയോ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് പഠിക്കാനോ സാധിച്ചിട്ടുണ്ടോ? അതുണ്ട്. കാരണം ഇന്നലെ ചാനലുകാരൻ എന്നെ വിളിച്ചിരുന്നു ഉണ്ണിമുകുന്ന പ്രശ്നത്തിൽ. ഞാൻ പ്രതികരിച്ചില്ല. കാരണം രാവിലെ ചാനലുകാർ വിളിച്ചപ്പോൾ എനിക്ക് എന്തോ പ്രശ്നമുണ്ട്. അപ്പം ഞാൻ ചാനൽ നോക്കി പെട്ടെന്ന് രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ. അപ്പോൾ ഞാൻ ഫിലിം ചേമ്പറിൽ പോയിട്ട് വന്ന് കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റ് പെട്ടെന്ന് ഞാൻ ഉണ്ണിയെ വിളിച്ചു. ഉണ്ണി ആരുടെയും ഫോൺ എടുക്കത്തില്ല. പെട്ടെന്ന് പറഞ്ഞു, ഏട്ടാ, എന്നെ ഏട്ടാന്ന് വിളിക്കുന്നത്. ഏട്ടാ, ഞാനിപ്പോൾ വിളിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്തോ ഏട്ടനോട് ഞാൻ കള്ളം പറയത്തില്ല, എൻ്റെ ഏട്ടനോട് ഞാൻ കള്ളം പറയില്ല എന്നോട് പറഞ്ഞു. കാരണം ഉണ്ണി അതുപോലെ എന്നെ ചേട്ടൻ്റെ സ്ഥാനത്താണ് കാണുന്നത്. അപ്പോൾ ഉണ്ണി പറഞ്ഞു, ഞാൻ അയാളെ തല്ലിയിട്ടില്ല, സംഭവിച്ചതാണ്, എനിക്കെതിരെ അപഖ്യാതികൾ പറഞ്ഞു നടന്നു, ഇയാൾ എൻ്റെ മാനേരല്ല, പിന്നെ ഇയാൾ ഒത്തിരി സഹായം ഞാൻ ചെയ്തിട്ടുണ്ട്, പണം കൊടുത്തിട്ടുണ്ട്. ഇയാൾ മാർക്കോ സിനിമയിലെ PR എന്തോ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പലരുടെ കൂടെ. അപ്പോൾ അയാളുടെ പേരോ മറ്റോ സ്ക്രീനേ വന്നില്ല, അത് ഞാൻ കാരണമാണ്. അപ്പോൾ പറഞ്ഞു, അല്ല, പ്രൊഡ്യൂസറാണ്, എൻ്റെ പ്രൊഡ്യൂസർ മറ്റാണ് അതിൻ്റെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്, ഞാൻ മനഃപൂർവ്വമല്ല. അതിനുശേഷം ഇയാൾ എനിക്കെതിരാണ്ട് ഭയങ്കരമായിട്ടൊരു എന്നെ തളർത്താനും എൻ്റെ പേര് ഇല്ലായ്മ ചെയ്യാനും ഒക്കെ വേണ്ടി ശ്രമിച്ചതായിട്ട് എനിക്ക് ബോധ്യം വന്നപ്പോൾ ഞാനിത് ചോദ്യം ചെയ്തു. ആ സമയത്ത് മേൽപ്പടിയാൻ്റെ ഡയറക്ടറോട് ഈ വ്യക്തി ക്ഷമാപണം നടത്തി, എനിക്കൊരു അബദ്ധം പറ്റി, ക്ഷമിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ടും ഞാൻ എൻ്റെ മാനസികാവസ്ഥ, എന്നോടെന്നാലും അവൻ അങ്ങനെ ചെയ്തല്ലോ എന്ന് എൻ്റെ മനസ്സ് കിടന്ന് തികട്ടി. ഇത്രയും ഞാൻ സ്നേഹിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ പിതാവിന് മറ്റൊരു ആശുപത്രി കേസൊക്കെ വന്നപ്പോഴൊക്കെ ഒത്തിരി കൂടെ നിന്നയാളാണ് ഉണ്ണി. അങ്ങനെ എന്തുകൊണ്ടുള്ള എന്നോടിത് ചെയ്തല്ലോ എന്നാലും കൂടെ വന്നിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണി എന്ത് ചെയ്തു, ഒറ്റപ്പാലത്ത് വന്ന വഴിക്ക് ആ ഒരു ഉണ്ടല്ലോ ആ തിളപ്പ്, അതിൽ വേറൊരു കൂട്ടുകാരൻ അവിടെ ഉണ്ടായിരുന്നു, ആ ഫ്ലാറ്റിലുണ്ട്. അവിടെ പോയി സംസാരിച്ച് കഴിയുമ്പോൾ കൂളിംഗ് ഗ്ലാസ് വെച്ചാൽ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കണ്ണി നോക്കി സംസാരിക്കടാ നീ എന്ന് പറഞ്ഞു. അങ്ങനെ പല പ്രാവശ്യം പറഞ്ഞിട്ടും കൂളിംഗ് ഗ്ലാസ് മാറ്റാൻ തയ്യാറല്ല. അപ്പോൾ കൂളിംഗ് ഗ്ലാസ് വലിച്ചെറിഞ്ഞു. അപ്പോൾ സത്യമാണ് ഉണ്ണി പറയുന്നുണ്ട്. പിന്നീട് കൂടെ വിഷ്ണു ഒരാളോട് കൂടെ ഉണ്ടല്ലോ, ഞാൻ ആളോട് ഈ നമ്പർ തന്നു, ആ ആളെന്നെ വിളിക്കുകയും ചെയ്തു. എന്താണ് യാഥാർത്ഥ്യം ഞാൻ ചോദിച്ചു, ഇതാണെന്ന് പറഞ്ഞു. പിന്നീട് അപ്പോൾ പോലീസ് കേസെടുത്തു, ഉണ്ണി മുൻകാറും ജാമ്യം നേടി, ഇങ്ങനെ നടക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നത് അതിനകത്തൊരു ഉണ്ണിയുടെ അപക്വതയുണ്ട്. ഉണ്ണിയുടെ പ്രായം അതാണ്, പിന്നെ മച്യൂരിറ്റി കുറവുണ്ട്, പിന്നെ ഉണ്ണി ശുദ്ധനാ, നല്ലവനാ. എനിക്കിപ്പോൾ നമുക്ക് ഒരാളെ കാണുമ്പോഴല്ലോ നല്ലവനാ, പാവമാണ്. പിന്നെ ഈ പിള്ളേരുടെ സ്വഭാവങ്ങളൊക്കെ ഉണ്ട്, അതല്ലാതെ ഉണ്ണി ഒരു ഭീകരനൊന്നും അല്ല. ഇപ്പോൾ ഉണ്ണി ക്ലാസ് എറിഞ്ഞ് പൊട്ടിച്ചത് തെറ്റല്ലേ, ചെയ്യാൻ പാടില്ല. പക്ഷേ ഉണ്ണിയുടെ ആ ഒരു ചാബല്യമാണ്. അല്ല, ഉണ്ണി ഒരു സീരിയസ് മനുഷ്യനൊന്നുമില്ല, വളരെ പക്വത താത്വികതൊന്നുമല്ല ഉണ്ണി. ഉണ്ണിക്ക് ആ പെട്ടെന്ന് ഇല്ലാ കഥകളൊക്കെ പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. ഇതാണ് അതിനകത്ത് എനിക്ക് മനസ്സിലായത്. മറ്റൊരു യൂട്യൂബ് ചാനലിൽ വ്യൂവേഴ്സിനെ കിട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞു ഫെഫ്കയിലെ മൊത്തം ആൾക്കാരും ഇതാണെന്ന് പറഞ്ഞ് അടിച്ചിറക്കി എൻ്റെ ഒരു ഫോട്ടോയൊക്കെ വെച്ച് ഉണ്ണികൃഷ്ണൻ ഇത് ചൊടിപ്പിച്ചു. ചേംബർ പ്രസിഡന്റിനെ വിളിക്കുന്നു. അപ്പോൾ ചേംബർ പ്രസിഡന്റിനോട് വിളിക്കുന്നു, പരാതി കൊടുക്കുന്നു. ഈ സാധനം വെളിപ്പോയി. അത് എവിടെതാണ് ഉണ്ണികൃഷ്ണൻ കൊടുത്തതെന്ന് ഞാൻ പറയില്ല. സൈനികത്തോട് നമുക്കെന്താ പാട്? അപ്പോൾ സൈനികത്തിൻ്റെ ഭാഗത്തുനിന്ന് അവർ ഏറ്റവും കൂടുതൽ സജിതന്തിയായിട്ടാണ് ഞങ്ങളെ ഇല്ലാതാക്കിയത് എന്ന തരത്തിൽ അവരുടെ രീതിയുണ്ട്. എൻ്റെ പടത്തിൽ അഭിനയിക്കാൻ അഡ്വാൻസ് വാങ്ങിയിട്ടുണ്ട്. എന്നിട്ട് അഡ്വാൻസ് വാങ്ങിയിട്ട് ചെക്ക് ബൗൺസ് ആയെന്ന് പറഞ്ഞു ചാനലിൽ കൂടെ. ഞാൻ അത്ഭുതപ്പെട്ടു കേട്ടോ. മാതൃഭൂമി ചാനൽ ചർച്ചയിൽ ഞാൻ സത്യം പറഞ്ഞ് അവഹേളിക്കപ്പെട്ടു. ഞാനങ്ങനെ ജീവിതത്തിൽ ഇന്നുവരെ ആർക്കും കള്ളച്ചെക്ക് കൊടുത്തിട്ടില്ല. ഇപ്പം നമ്മുടെ ഈ ജനകീയ കോടതിക്കകത്ത് ഏറ്റവും കൂടുതൽ തെറി കിട്ടിയ ആൾ ഞാനാണ്. കാരണം ഞാൻ പറഞ്ഞത് മുഴുവൻ കട്ട് ചെയ്തു. ഇവർ കട്ട് ചെയ്തിട്ട് ഇവരുടെ ഒരു ഉണ്ടല്ലോ ചാനലുകാരുടെ ഒരു ഹൈപ്പിന് വേണ്ടിയിട്ട് സൈനികത്തെ ഇവരെ നമ്മുടെ അശ്വൻ ഗോഖലെ നായകനാക്കി എന്നെ വില്ലനായി ചിത്രീകരിച്ചു. ഞാൻ പടമട ഓടിച്ചിട്ട് അടിപിടിക്കുക എന്നറിയാം. അതിനകത്ത് ഒന്നാമത്തെ കാര്യം, ഞാനുമായിട്ട് നല്ല ബന്ധമാണ്. സാന്ദ്ര പറയുന്ന വേഷം സാന്ദ്രയുടെ ഭാഗം കേൾക്കുമ്പോൾ ശരി അല്ലേ, ഇപ്പുറത്ത് ഇവർ പറഞ്ഞ് കേൾക്കുമ്പോൾ ശരി. അപ്പം ഇത് ശരിക്കും ആ ഒരു പ്രശ്നത്തിലേക്ക് പോകാതെ അത് രമ്യതയെ തീർക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ് അഭിപ്രായം. പിന്നെ നമ്മുടെ ആൻഡോയ്ക്കും അത് ഭയങ്കര ഫീൽ ചെയ്തു. ആൻഡോ അതാ പറഞ്ഞു, ഞാൻ ഇനി അസോസിയേഷനിലേക്ക് അവധി എടുത്ത് വരുന്നില്ല എന്ന് എന്നോട് പറഞ്ഞു.